നമസ്കാരം. വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനില്ലെന്നും ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുമെന്നും ശശി തരൂർ എം പി. ഇന്ത്യക്കകത്ത് വ്യത്യസ്ത നിലപാട് ഉയരുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ മാത്രമാണെന്നും തരൂർ വ്യക്തമാക്കി. ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നു കാട്ടുമെന്നും തരൂർ പ്രതികരിച്ചു. ശശി തരൂർ നയിക്കുന്ന സംഘം ഇന്ന് യുഎസിലേക്ക് തിരിക്കും. ലോകത്തിന് മുന്നിൽ പാക് ഭീകരത തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ പ്രതിനിധികളുടെ സംഘത്തെ അയക്കുന്നത്. NCP ശരത് പവാർ ഘടകത്തിന്റെ MP സുപ്രിയ സുലെ അധ്യക്ഷയായ സംഘം ദക്ഷിണാഫ്രിക്ക, ഖത്തർ, ഈജിപ്ത്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. മുൻ വിദേശകാര്യമന്ത്രിയായ V മുരളീധരനും ഈ സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം പുറപ്പെട്ട BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റൈനിലെത്തും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ UAE പര്യടനം പൂർത്തിയായിട്ടുണ്ട്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. ഡോക്ടർ ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. 9 പേർ അടങ്ങുന്നതാണ് സംഘം. US, ബ്രസീൽ, ഗയാന, കൊളംബിയ ഉൾപ്പെടെ സംഘം സന്ദർശിക്കും. ആദ്യം അമേരിക്കയിലാണ് എത്തുന്നത്. അവിടെ ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ നിലപാടും തരൂർ വിശദീകരിക്കും. അതിനുശേഷം ഗയാനയിൽ പോകും. പനാമയും കൊളംബിയയും ബ്രസീലും സന്ദർശിച്ച് ഇന്ത്യൻ സംഘം പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചെത്തും. വാഷിംഗ്ടൺ DC നിർണായക ചർച്ചകൾ നടക്കും. 2011 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ അൽ-ഖ്വയ്ദ ആക്രമിച്ചത്. അതിന് നേതൃത്വം നൽകിയ ഒസാമ ബിൻ ലാദനെ അമേരിക്ക വകവരുത്തിയത് പാകിസ്ഥാനിൽ വെച്ചാണ്. അതേ പാകിസ്ഥാനിലെ തീവ്രവാദമാണ് പഹൽഗാമിലെ നിരപരാധികളുടെ ജീവനെടുത്തത്. ഇത് ഓർമ്മിപ്പിക്കാനാണ് തരൂരും സംഘവും 9/11 മെമ്മോറിയൽ സന്ദർശിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്ന 4ാം സംഘത്തിലാണ് ശശി തരൂർ നേതൃത്വം നൽകുന്നത്. ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്നെത്തി ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വ്യക്തതയോടെ വിശദീകരിക്കുമെന്നും തരൂർ പറഞ്ഞു. ഭീകരവാദം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിശബ്ദമാക്കാൻ സാധിക്കില്ലെന്നും ലോകത്തെ അത് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ദൗത്യമാണ്. സമാധാനം, ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങി ലോകത്ത് നിലനിൽക്കേണ്ടതായ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെത്തുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് US നിലപാട് മാറ്റുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ തരൂർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് വിദേശങ്ങളോട് വിശദീകരിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിൽ ഡോക്ടർ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് തുടക്കത്തിൽ വിവാദമായിരുന്നു. സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശ പേരുകളിൽ തരൂർ ഉൾപ്പെട്ടിരുന്നില്ല എന്നതിനാലായിരുന്നു അത്. ഇതിനിടെ കേരള സർക്കാരിനെ വിമർശിച്ച് തരൂർ രംഗത്ത് വന്നു. 2023 ഭൂകമ്പത്തിൽ തുർക്കിക്ക് 10 കോടി സഹായം നൽകിയ കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ എക്സ്പോസ്റ്റ്. 2 വർഷത്തിനു ശേഷം തുർക്കിയുടെ പെരുമാറ്റം കണ്ട കേരള സർക്കാർ തെറ്റായ മഹാമനസ്കതയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാടൻ ജനതയെ പോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ തുക ഉപയോഗിക്കാമായിരുന്നുവെന്നുമാണ് ശശി തരൂരിന്റെ പോസ്റ്റ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമർശനം. 2023 തുർക്കിക്ക് 10 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള NDTVയുടെ വാർത്തയും തരൂർ പങ്കുവച്ചിട്ടുണ്ട്. 2023 ഫെബ്രുവരി 8 ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലാണ് തുർക്കിക്ക് 10 കോടി രൂപ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. ലോകബോധത്തെ ഞെട്ടിച്ച തുർക്കിയിലെ ഭൂകമ്പം 10,000-കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ നിരാലംബരാക്കുകയും ചെയ്തുവെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി KN ബാലഗോപാൽ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു.